നാഗരികത തൊട്ടുണർത്തിക്കൊണ്ട് കലാ സാംസ്കാരിക ഘോഷയാത്രകളുടെയും മതേതര ദേവാലയങ്ങളുടെയും രാജപരിവേഷത്തിന്റെ തലപ്പാവണിഞ്ഞ തൃപ്പൂണിത്തുറ പൂർണ്ണതയുടെ ദിവ്യരൂപമായി ചൈതന്യവർഷം ചൊരിഞ്ഞുകൊണ്ട് നഗരഹൃദയത്തിൽ ഒരു ദേവാലയം നിലകൊള്ളുന്നു. വേറിട്ടു നിൽക്കുന്ന നിർമ്മല സാമീപ്യമുണർത്തുന്ന സ്നേഹത്തിന്റെ ആർദ്രവർഷണിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പുണ്യഗേഹം. ഈ തിരുമുറ്റത്തെത്തുന്ന തന്റെ മക്കളെ ദയാവായ്പോടെ സമാശ്വസിപ്പിക്കുന്നു. മനസ്സിന് ആത്മീയ സുഖമേകുന്ന ഈ അമ്മയുടെ സാമീപ്യം തൃപ്പൂണിത്തുറ നഗരിക്ക് വലിയൊരു അനുഗ്രഹവും ആശ്വാസവുമാണ്. ആത്മീയ ഭക്തിയാൽ പൂരിതമായ ഈ തിരുസന്നിധിയിലെ സ്നേഹവാത്സല്യം നമുക്കും അനുഭവിക്കാം. കാലം ഒരനുഗ്രഹീതന്റെ ജന്മം കൊണ്ട് കാരുണ്യത്തിന്റെ കർമ്മവീഥിയിൽ പ്രകാശം ചൊരിഞ്ഞു നിന്നു. സന്മാർഗപാതയിലെ ഒരിക്കലും കെടാത്ത വിളക്കായി ദൈവം കൊളുത്തിയ മനുഷ്യ സ്നേഹത്തിന്റെ മാർഗദീപമാണ് ഡോക്ടർ ജോസ് പുതിയടത്ത് എന്ന പുരോഹിതൻ. കർമ്മനിരതവും അനുഗ്രഹപൂർണവുമായ പൗരോഹിത്യ സമർപ്പണ ജീവിതത്തിൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ അച്ഛൻ നടന്ന വഴികളിൽ വെളിച്ചം വിതറാനും അനേകർക്ക് വഴികാട്ടാനും കഴിഞ്ഞുവെന്നത് മാനവഹൃദയങ്ങൾ സന്തോഷത്തോടെ അനുസ്മരിക്കേണ്ടതുണ്ട്. മാനവർക്ക്
പുതുലോകം തുറന്നു കാട്ടിയും ദൈവസ്നേഹത്തിലും സേവനത്തിലും മുന്നേറുന്നതിനും ഇതുവരെയുള്ള കർമ്മപ്രയാണം അജയ്യമായി പിന്നിടുമ്പോൾ ദൈവത്തിൻ്റെ ഈ വിനീതദാസൻ എന്നും ക്രൈസ്തവ നന്മയുടെ ഒരു മുതൽക്കൂട്ട് തന്നെ. ജോസ് പുതിയടത്തച്ഛൻ വളരെ ചെറുപ്പം മുതലേ ഒരു മാതൃഭക്തനായിരുന്നു. പരിശുദ്ധ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുസ്വരൂപം അച്ഛന് ലഭിച്ച സാഹചര്യവും അതിനുശേഷമുണ്ടായ അത്ഭുതകരമായ അനുഭവങ്ങളും അച്ഛൻ മരിയ ഭക്തരോട് പങ്കുവയ്ക്കുന്നു. നമ്മുടെ ഈ ഇടവകയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ രൂപം റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം 1947 വടക്കേ ഇറ്റലിയിലുള്ള ബ്രേഷ എന്ന നഗരത്തിനടുത്ത് മോന്തക്യാരി എന്ന് പറയുന്ന വില്ലേജിൽ ഫോന്തനെല്ല എന്ന സ്ഥലത്താണ് പിയറീന ഗില്ലി എന്ന് പറയുന്ന ഒരു നേഴ്സിന് പരിശുദ്ധ മാതാവ് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. 1947 മുതൽ അവൾക്ക് പല പ്രാവശ്യം പരിശുദ്ധ മാതാവ് ഈ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ സാന്നിധ്യം അനുഭവിച്ചതുകൊണ്ടും അമ്മയുടെ നിർദ്ദേശപ്രകാരവുമാണ് അവളുടെ സന്ദേശങ്ങൾ പിന്നീട് ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ വിശ്വാസികൾ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഭക്തർ തയ്യാറായത്. അതിൻ്റെ ഫലമായിട്ടാണ് റോസാ മിസ്റ്റിക്ക മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ രൂപം അതേ ഭാവത്തിലും രൂപത്തിലും അവിടെ പ്രതിഷ്ഠിക്കുകയും ആ രൂപം ലോകമെങ്ങും പ്രചരിപ്പിക്കാൻ സന്ദേശം കൊടുക്കുകയും ചെയ്തു. മാതാവ് പറയുന്നു, അനുദപിക്കുക, പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക. റോസാ മിസ്റ്റിക്ക മാതാവും ഇതേ സന്ദേശമാണ് നൽകുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കണം, നിങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും പരിഹാരം ചെയ്യണം. 2006 എനിക്കവിടെ പോകാനും നേരിട്ട് പോയി പ്രാർത്ഥിക്കാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും അവസരം ലഭിച്ചു. അപ്പോഴാണ് അമ്മയുടെ ഒരു രൂപം സ്വന്തമാക്കണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായത്. പിന്നീട് ഞാൻ അതിനു വേണ്ട അപേക്ഷകൾ സമർപ്പിച്ചു. സ്വിറ്റ്സർലൻഡിലുള്ള എൻ്റെ ഒരു സ്നേഹ കുടുംബത്തിലെ അല്ലെങ്കിൽ പരിചയമുള്ള കുടുംബത്തിലെ ഒരംഗമാണ് എനിക്ക് ഈ രൂപം അവിടെ നിന്ന് വാങ്ങി നൽകിയത്. ഞാനിവിടെ കൊണ്ടുവന്ന് 2 വർഷത്തിന് മുമ്പ്, പ്രത്യേകിച്ച് ഞാൻ റിന്യൂവൽ സെൻ്ററിലായിരുന്ന അവസരത്തിൽ തന്നെ കൊണ്ടുവന്നതാണ് രൂപം. പിന്നീട് 2009 മാർച്ച് മാസം 8-ാം തീയതി ഞാൻ തൃപ്പൂണിത്തുറ പള്ളിയിലേക്ക് പോകുന്ന അവസരത്തിൽ ഈ രൂപവും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. തൃപ്പൂണിത്തുറയിൽ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാര്യം, ഇവിടെ എല്ലാ ആദ്യ ശനിയാഴ്ചയും മാതാവിൻ്റെ ഒരു പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷകളും ഉണ്ടായിരുന്നു. അപ്പം ആ ശുശ്രൂഷകൾ കൂടുതൽ ശക്തി പ്രാപിക്കണമെന്ന ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി ആദ്യ ശനിയാഴ്ചകളിൽ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. ജോസ് പുതിയടത്തച്ഛൻ തൃപ്പൂണിത്തുറ പരിശുദ്ധ മാതാവിന്റെ പള്ളിയിൽ വികാരിയായി വന്ന ശേഷം ആദ്യ ശനിയാഴ്ചകളിൽ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുസ്വരൂപം വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയുണ്ടായി.
എന്നാൽ 9 ദിവസം തുടർച്ചയായി മാതാവിൻ്റെ ഈ തിരുസ്വരൂപം വെച്ച് പ്രാർത്ഥിക്കണം എന്നൊരു സന്ദേശം അച്ഛന് ലഭിച്ചു. ഈ ഇടവകയിൽ പ്രത്യേക അനുഭവങ്ങളും ദർശനങ്ങളും ലഭിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഭക്തയായ സിസിലി എന്ന സഹോദരിയോട് അച്ഛൻ സന്ദേശം ലഭിച്ച കാര്യം അറിയിക്കാൻ തീരുമാനിച്ചു. അന്ന് ഈ രൂപം വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് രൂപം എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ച് വൈകുന്നേരമായപ്പോൾ പ്രാർത്ഥനയുടെ അവസരത്തിൽ ഒരു പ്രചോദനം എൻ്റെ മനസ്സിൽ വരികയാണ്. അത് രാത്രിയിൽ അത് വളരെയേറെ നീണ്ടു. കാരണം ഒരു പ്രചോദനം, ഒരു കമ്പൾസീവ് ആയിട്ടുള്ള ഒരു സജഷനായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ രൂപം വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ പ്രചോദനം. അത് 9 ദിവസം പ്രാർത്ഥിക്കണമെന്ന സന്ദേശമാണ്. മാതാവിന് എന്തോ സന്ദേശം ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഇപ്പൊ എൻ്റെ മനസ്സിൽ വന്നത്, എനിക്കിവിടെ ഇരുന്ന് 9 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലെ ഒരു ഗ്രൂപ്പിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അന്തരീക്ഷമില്ല. അപ്പോഴാണ് വളരെ മാതൃഭക്തയും മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഭവങ്ങളുമുള്ള സിസിലി എന്ന് പറയുന്ന സഹോദരി, ഇടവക്കാർ തന്നെയാണ്, ആ സഹോദരിയെ വിളിച്ച് അവളെ ഏൽപ്പിക്കാം. അവരൊക്കെ അതും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. സെയിന്റ് മേരീസ് ഫൊറോന പള്ളി ഇടവകാംഗമായ ചെട്ടുപറമ്പിൽ സേവ്യറിന്റെ ഭാര്യയായ സിസിലി സേവ്യർ കാഴ്ചയിൽ ഒരു സാധാരണ സ്ത്രീയാണെങ്കിലും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. മാതൃഭക്തയായ സിസിലിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആർക്കും ഈ സഹോദരിയുടെ വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയും ബോധ്യമാകും. ഒത്തിരിയേറെ സ്നേഹമായിരുന്നു മാതാവിനോട്. അതിലേറെ ഞാൻ സ്നേഹിച്ചിരുന്നു ഈശോയെ. ഈശോയോടുള്ള എൻ്റെ സ്നേഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വിവേചിച്ചറിയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സ്നേഹവും ആദരവും ബഹുമാനവും ഞാൻ എൻ്റെ എല്ലാമായി ഈശോയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ആ നിമിഷങ്ങളിലെല്ലാം അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എൻ്റെ മകനെ നീ എന്തുമാത്രം സ്നേഹിക്കുന്നോ അതിനേക്കാൾ ഉപരിയായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ്. മകനെ സ്നേഹിക്കുന്ന ഒരാളെയും അമ്മയ്ക്ക് സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നെന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈശോയെ ഞാൻ ഉപരിയായിട്ട്, എല്ലാറ്റിലും ഉപരിയായിട്ട് സ്നേഹിക്കുന്നു. ഇനിയുള്ള ഈ ജീവിതം മുഴുവൻ ഈശോയെ വിട്ട് പിരിയാതെ എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. വർഷങ്ങളായി ദൈവത്തിൻ്റെ പ്രത്യേകമായ സന്ദേശങ്ങൾ ഈ സഹോദരിക്ക് ലഭിക്കുമായിരുന്നു. പിന്നീട് പല വിധത്തിലുള്ള അനുഭവങ്ങളും അടയാളങ്ങളും ദർശനങ്ങളും ലഭിക്കുവാൻ തുടങ്ങി. ആ മുറിവുകൾ വരുമ്പോൾ അസഹ്യമായ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഒരു സ്വർഗീയ ആനന്ദം, ഒരു സ്വർഗീയ അനുഭൂതിയിൽ ഞാൻ ലയിച്ചു പോകുമായിരുന്നു. ആ ലയനത്തോടൊപ്പം തന്നെ എനിക്ക് മുറിവുകൾ പൊട്ടി ഒഴുകുമായിരുന്നു. ഒത്തിരിയേറെ മുറിവുകൾ എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ മുറിവുകളുടെ പാടുകളോ വേദനകളോ പിന്നീട് എനിക്ക് ഉണ്ടാകാറില്ല. മുറിവുകളുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ ആ മുറിവുകൾ, ആ രക്തമൊഴുക്ക് നിലച്ചു പോകും. വേദന കുറച്ചു നേരം കൂടെ എല്ലാം നിലനിൽക്കുമെങ്കിലും ശരീരവേദന പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കാണ് കുറഞ്ഞു പോകുന്നത്. പിറ്റേ ദിവസം ആകുമ്പോൾ മുറിവുകളുടെ പാടുകൾ പോലും ഇല്ലാണ്ട് കരിഞ്ഞു പോയിട്ടുണ്ടാവും.
അന്നേരത്തെ അനുഭവങ്ങൾ പറയുക എന്ന് വെച്ചാൽ അസാധ്യമാണ്. ഈശോ എന്നെ എങ്ങോട്ടൊക്കെയാണ് നയിക്കുന്നതെന്ന്, എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയാൻ മേലാത്ത സ്വർഗീയ അനുഭൂതിയിൽ ലയിച്ചു കിടക്കുന്ന എന്നെ ആരെല്ലാം വന്ന് തൊട്ടാലും ഞാൻ അറിയുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ആ വേദന എനിക്കൊരു സുഖകരമാണ്. ഈശോ തരുന്ന ആ വേദന ഇനിയും അങ്ങനെയെല്ലാം ആകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവളാണ് ഞാൻ. ഈശോയുടെ അനുഭവങ്ങളിലൂടെ ഞാനങ്ങനെ മുന്നേറുന്ന സമയത്തെല്ലാം ഈശോ എൻ്റെ കൂടെയാണ്. വൈദികരുടെ നിർദ്ദേശപ്രകാരം ഈ സഹോദരി ഇതെല്ലാം വളരെ രഹസ്യമായി സൂക്ഷിച്ചു. ഈ വിവരങ്ങളെല്ലാം വിശ്വാസികളെ അറിയിക്കാൻ ദൈവം തന്നെ ഒരു ദിവസം തരും, അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് ബഹുമാനപ്പെട്ട വൈദികർ ഈ സഹോദരിയോട് പറഞ്ഞു. സിസിലിക്ക് ഈശോയോടുള്ള ഭക്തിയും പ്രാർത്ഥനയും മാത്രമല്ല, മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് സിസിലിയുടെ മേൽ അനുഗ്രഹം വർഷിച്ചതിൻ്റെ സാക്ഷ്യവും ഈ സഹോദരി വിശ്വാസികളായ എല്ലാവർക്കും വേണ്ടി വെളിപ്പെടുത്തുന്നു. ഞാൻ ഒത്തിരി ദാരിദ്ര്യമുള്ളൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നവളാണ്. അവിടെ നിന്ന് 17 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാനൊരു യാക്കോറ്റ് സ്ത്രീയായിരുന്നു. എന്നെ ഒരു കത്തോലിക്ക സമുദായത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളില്ലാത്തൊരു വീട്ടിലേക്കല്ല ഞാൻ വന്നത്. ഒത്തിരി പ്രാരാബ്ദങ്ങളുള്ള ഒരു വീട്ടിലേക്കാണ് കയറി വന്നത്. അതിനോടൊപ്പം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്കെന്നുള്ള സത്യമാണ്. അന്നേരം എല്ലാം ഈശോയെ ആശ്രയിച്ച് ജീവിക്കാൻ എനിക്കൊരു മാർഗം കിട്ടിയിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു. അതിനേക്കാൾ ഉപരിയായി എൻ്റെ ജീവൻ കൊടുത്ത എൻ്റെ മക്കളെ ഞാൻ സ്നേഹിച്ചിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ വീട്ടുപണിക്കിറങ്ങിയത്. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു 10-14 കൊല്ലങ്ങൾക്ക് മുമ്പ്, 10-14 അതിനേക്കാളൊക്കെ കൂടുതലായി എനിക്ക് ക്യാൻസറാണെന്നുള്ള വയറുവേദന വന്നു, ക്യാൻസറാണെന്നൊക്കെ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു. അന്നും എനിക്ക് സങ്കടം, മരിക്കാനല്ലായിരുന്നു എനിക്ക് പേടി, അതിനേക്കാളുപരി എൻ്റെ മക്കൾ അനാഥരാകുമല്ലോ എന്നുള്ള, എൻ്റെ മക്കൾക്ക് പിന്നെ ആരും ഇല്ലാണ്ടാകുമല്ലോ എന്നുള്ള ഒരു പേടിയും ഭയപ്പാടും എന്നെ ഭരിച്ചിരുന്നു. ചികിത്സിക്കാൻ സഹായങ്ങളില്ലായിരുന്നു, സാമ്പത്തികമില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ധ്യാനം കൂടാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തത് മിനിയാണ്. ഞാൻ വീട്ടുപണിക്ക് പോയിക്കൊണ്ടിരുന്ന വീട്ടിൽ മിനി എന്നോട് പറഞ്ഞു ധ്യാനം കൂടിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ധ്യാനം കൂടാൻ പോയി. അവിടെ വെച്ച് ധ്യാനത്തിൻ്റെ 3-ൻ്റെ അന്ന് ജൂലൈ മാസത്തിലാണ് ഞാൻ ധ്യാനം കൂടാൻ പോകുന്നത്. ആ ധ്യാനത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമെല്ലാം അസ്വസ്ഥതകളും വേദനകളും ഒക്കെ ആയിരുന്നെങ്കിലും മൂന്നാം ദിവസം മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛൻ്റെ പ്രഘോഷണ സമയത്ത് ഞാൻ നോക്കിയിരിക്കാതെ മാതാവ് ക്രൂശിൽ നിന്ന് രക്തം ഒലിച്ച് വാർന്നൊഴുകുന്ന ഈശോയെ എടുത്തുകൊണ്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്നതാണ് ഞാൻ കാണുന്നത്. മാതാവ് എവിടേക്കാണ് ഈ ഈശോനെയും കൊണ്ട് പോകുന്നതെന്ന് ഞാനും അന്താളിച്ചിരുന്നു. പക്ഷേ മാതാവ് ഞാനിരുന്ന വശത്തേക്ക് വന്ന് എൻ്റെ മടിയിൽ ഈശോയെ വെച്ച് തന്നിട്ട് അങ്ങ് തിരിഞ്ഞ് നടന്നു. ഞാൻ വാ വിട്ട് അലറിക്കരഞ്ഞു, ഈശോയെ എടുത്തുകൊണ്ട് പോകണം. അത്രയും നാൾ വരെ ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്, ഈശോയെ നിന്നെ ഒന്ന് തൊടാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, വേറെ എനിക്ക് എത്ര ഭാഗ്യവതിയാണ്, നിന്നെ ഒന്ന് തൊടാൻ പറ്റി. ഞാൻ മഹാപാപിയായതുകൊണ്ടായിരിക്കും, എനിക്കൊന്ന് തൊടാനോ, നീയൊക്കെ സഞ്ചരിച്ച ആ വഴിയിൽ ആ മണ്ണൊരു തരി എനിക്ക് കിട്ടിയാൽ മതി, എൻ്റെ രോഗങ്ങൾ മാറും എന്ന് ഞാൻ ആശിച്ചിരുന്നതാണ്. പക്ഷേ ഈശോയെ മടി കൊണ്ട് വെച്ച് തന്നപ്പോൾ സത്യത്തിലും ഞാൻ പേടിച്ചു പോയി. ഞാൻ കരഞ്ഞ് ബഹളം വെച്ചു.
അടുത്തിരുന്ന് ഒരു കുട്ടി തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. ഞാൻ എണീറ്റ ഉടനെ തന്നെ നോക്കിയത് എൻ്റെ ശരീരത്തിൽ ചോരപ്പാടുകളുണ്ടോ എന്നാണ്. എൻ്റെ വസ്ത്രം മുഴുവൻ ചോരയായിട്ടുണ്ടോ എന്ന് നോക്കി. അതൊന്നുമില്ലയെന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് ആശ്വസിച്ചു. എനിക്ക് തോന്നിയതാണ് വെറുതെ. പക്ഷേ എൻ്റെ നെഞ്ചിൻ്റെ ഭാരം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഒരു അത്രയും വലിയ മനുഷ്യനെ എൻ്റെ മടിയിലേക്ക് കൊണ്ടുവച്ച് തന്നപ്പോൾ അതനുസരിച്ച് എൻ്റെ കൈകൾ പൊങ്ങിയിരുന്നു. ഈശോ നിലത്ത് മുട്ടാണ്ടിരിക്കാൻ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അതെല്ലാം കഴിഞ്ഞ് എന്നിട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, വിശ്വസിക്കാൻ പറ്റിയില്ല. ഈശോ എൻ്റെ മടിയിൽ ഇരുന്നതാണ് ഇത്രയും നേരം വരെ. എവിടെ പോയെന്നറിയാം, ഞാൻ പല സ്ഥലത്തും എൻ്റെ മേത്തെല്ലാം പതറി. എന്തെങ്കിലും ഒരടയാളം എനിക്ക്. കൈ നിവർത്തി കൊന്തയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കൊന്ത മുഴുവൻ രക്തം ഒഴുകുമായിരുന്നു. ഞാൻ ആ കൊന്തയും പിടിച്ചുകൊണ്ടാണ് സാക്ഷ്യം നൽകാൻ അച്ഛൻ്റെ അടുത്ത്, നായിക്കമ്പറമ്പിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോയത്. അച്ഛൻ അന്നേരം സ്റ്റേജിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അനുഭവമുള്ള ആരോ ഈ സമൂഹത്തിലുണ്ട്, ആളൊന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന്. എന്നെ വിളിച്ചുകൊണ്ട് പോയത് അവിടെ അടുത്ത് നിന്നിരുന്ന 2 ഹെൽപ്പിന് നിന്നിരുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി സ്റ്റേജിൽ കയറ്റി. ഞാൻ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയാൻ മേല, മുക്കി മൂളിയാണ് ഞാൻ അതൊന്ന് പറഞ്ഞൊപ്പിച്ച്. എനിക്ക് സംസാരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ഞാൻ കുഴഞ്ഞു വീഴു പോകുന്നുള്ള അവസ്ഥയിലായിരുന്നു. അച്ഛൻ എന്നെ ഒത്തിരി ആശീർവദിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞ്, മോൾ ഒത്തിരിയേറെ നല്ല ഈശോയുടെ പ്രിയപ്പെട്ടവളാണ്, ഒത്തിരിയേറെ കൗൺസിലിങ്ങിലേക്കും വലിയ വലിയ ദൗത്യങ്ങളിലേക്കും മോളെ ഈശോ കൊണ്ടുപോകുമെന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഞാൻ തിരിച്ചു പോന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം എൻ്റെ ക്യാൻസർ രോഗം സുഖപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും എനിക്കില്ലായിരുന്നു. എന്തു പണിയും എടുക്കാനുള്ള ആരോഗ്യത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു വന്നത്. ദൈവം എനിക്ക് തന്ന 2ാം ജന്മമായിരുന്നത്. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പണിയെടുക്കാനും ഞാൻ എൻ്റെ ഈശോയോട് ഞാൻ ഒന്നേ ആവശ്യപ്പെടാറുള്ളൂ, പണിയെടുക്കാനുള്ള ആരോഗ്യം എനിക്ക് തന്നെ. സമ്പത്തോ കാര്യങ്ങളോ നേട്ടങ്ങളോ ഒന്നും എനിക്ക് വേണ്ട. എന്നും പണിയെടുത്ത ആരോഗ്യത്തോടു കൂടെ നിന്നെ സ്തുതിച്ചും എൻ്റെ മക്കളെ നോക്കി ജീവിക്കാൻ എനിക്ക് പറ്റണം എന്നുള്ള ആ ആഗ്രഹം എൻ്റെ ഈശോ എനിക്ക് സാധിച്ചത്. അതിൽ ഞാൻ വളരെയേറെ സന്തോഷവതിയായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ എല്ലാവരോടും, എനിക്കറിയാവുന്നവരോടും എല്ലാം പറഞ്ഞു, എനിക്കിങ്ങനെ സുഖം പ്രാപിച്ചു, ഞാൻ വളരെ സന്തോഷവതിയാണ് എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ഇത്രയും കൊല്ലമായിട്ടും അതിനെക്കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ എനിക്കുണ്ടായിട്ടില്ല. 9 ദിവസം പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ച് തുടർച്ചയായി പ്രാർത്ഥിക്കുവാനുള്ള വൈദികന്റെ നിർദ്ദേശം വളരെ സന്തോഷത്തോടെ ഈ സഹോദരി സ്വീകരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്കാണ് രൂപം ഞാൻ സിസിലിയെ ഏൽപ്പിച്ചത്. എൻ്റെ ഈ മുറിയിൽ വെച്ച് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ രൂപം, എൻ്റെ മുറിയിലിരുന്നേച്ച രൂപം സിസിലിയെ ഏൽപ്പിച്ച് കയ്യിൽ കൊടുത്ത് കൊണ്ടുപോയി 9 ദിവസം പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞ് ഞാൻ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അടുത്ത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനവും ആ സന്ദേശവും അനുസരിച്ച് അമ്മ മാതാവേ, ഞങ്ങളിതാ ഈ രൂപം സിസിലിയെ കുറിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അയക്കുന്നു. പരിശുദ്ധമെന്നിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനെ ഇതുവരെ ആഗ്രഹിക്കുന്നു, അത് പൂർത്തിയാക്കണമെന്ന് 2009 ഒക്ടോബർ 5-ാം തീയതി സിസിലി റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ പരിശുദ്ധ തിരുസ്വരൂപം പ്രാർത്ഥിക്കുവാനായി അച്ഛൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒക്ടോബർ 5-നാണ് അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് ആ രൂപം പ്രാർത്ഥിക്കാനായിട്ട് തന്നു വിട്ടത്. 9 ദിവസത്തേക്കെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത്. അങ്ങനെ 9 ദിവസം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ച രൂപം
സന്തോഷത്തോടെ സിസിലിയും സ്നേഹിതരും വന്ന് കൊണ്ടുപോയി. അവരന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം 7-ാം തീയതി, ഒക്ടോബർ മാസം 7-ാം തീയതി രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രൂപത്തിൽ നിന്ന് തേൻ ഒഴുകുന്നതായിട്ട് കണ്ടു. പക്ഷെ അത് തേനാണെന്ന് അവർക്ക് മനസ്സിലായില്ല. കണ്ണുനീര് വേർത്തൊഴുകുന്നത് പോലെയാണ് തോന്നിയത്. അവസാനം തൊട്ട് നോക്കിയപ്പോഴാണ് തേനാണെന്ന കാര്യം അവർ തിരിച്ചറിയുന്നത്. എന്തെന്നില്ലാത്ത ഒരു സൗരഭ്യം ആ മുറി മുഴുവൻ ഒഴുകാൻ തുടങ്ങി. അമ്മ നടന്നു വരുന്ന അനുഭവം എനിക്ക് തോന്നിയിരുന്നു. എപ്പോഴും അമ്മയെ തൊടാനും അമ്മയെ വിളിച്ചപേക്ഷിക്കാനും അച്ഛൻ്റെ അടുത്ത് ആ രൂപം ഇരുന്നപ്പോൾ ഞാനൊന്ന് ആശിച്ചിരുന്നതാണ്, ആ രൂപം ഒന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ കൊതിച്ചിരുന്ന സമയത്താണ് അച്ഛൻ വിളിച്ച് എനിക്ക് രൂപം തരുന്നത്. കൊണ്ടെന്ന് വെച്ച് 3-ൻ്റെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തേനൊഴുകുമായിരുന്നു. സിസിലി മാതാവിന്റെ തിരുസ്വരൂപം വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ പരിസരമാകെ സുഗന്ധം വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. ഒക്ടോബർ 7-ാം തീയതി സിസിലിയും സ്നേഹിതരും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുസ്വരൂപത്തിൽ നിന്നും തേൻ ഒഴുകുവാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിന്നു. ഞാൻ ഉടനെ തന്നെ ഞാനും കൊച്ചച്ഛനും കൂടി അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തേൻ ഒഴുകി പാത്രത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഞാൻ കണ്ടത് ഒരു അത്ഭുതകരമായൊരു പ്രതിഭാസമായിട്ട് എനിക്ക് തോന്നി. കാരണം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ചെറിയ രൂപത്തിൽ നിന്ന് തേൻ ഇത്രമാത്രം എവിടെ നിന്ന് ഒഴുകുന്നു? എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഉയർന്നു. ഇത് എന്തൊരു അത്ഭുതമാണ്. കാരണം അത് വലിയൊരു അനുഭവമായിരുന്നു. ആളുകളെല്ലാം വന്നുകൂടാൻ തുടങ്ങി. സുഗന്ധ അഭിഷേകം അവിടെ ഉണ്ടായി. പരിശുദ്ധമായ പരിമളം അവിടെ നിറയാൻ തുടങ്ങി. മാതാവിൻ്റെ ഒരു പ്രത്യേകമായ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഇവിടെ സംഭവിക്കുന്നത്. അടയാളമാണിതെന്ന് എനിക്ക് മനസ്സിലായി. സുഗന്ധവും അതോടൊപ്പം തന്നെ തേനൊഴുകുന്ന അനുഭവവും അത് ആളുകളിലെ അത്ഭുതങ്ങൾ ഉളവാക്കി. അവരും ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? പക്ഷേ എല്ലാവരും തുറന്നു കാണാം. കാരണം അടച്ചു വെച്ച രൂപമല്ല, തുറന്നിരിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലായിടത്തും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആളുകൾ വന്ന് മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലുന്നു, തേനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ പിന്നീട് ആളുകൾ അവിടെ കൂടിയത് കൊണ്ടും ഒപ്പം തന്നെ അത് വീട്ടിൽ വെച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടുമാണ് പള്ളിയിലേക്ക് രൂപം കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനായിട്ട് തീരുമാനിച്ചത്. ഒരു ഭവനത്തിൽ മാതാവിന്റെ ഈ അത്ഭുത രൂപം വയ്ക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയ വൈദികൻ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച ശേഷം മാതാവിന്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. 2009 ഒക്ടോബർ 31-ാം തീയതി ആഘോഷമായി വീട്ടിൽ നിന്ന് ആ രൂപം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് പള്ളിയിൽ പ്രതിഷ്ഠിക്കാനായിട്ട് തീരുമാനിച്ചു. ഇടവകങ്ങളുടെയും കൗൺസിലിൻ്റെയും ഒക്കെ ആ ഒരു ആഗ്രഹവും താല്പര്യവും അനുസരിച്ചാണ് അത് ചെയ്തത്. ആഘോഷമായിട്ട് കൊണ്ടുവന്ന് പള്ളിയിൽ രൂപം പ്രതിഷ്ഠിച്ചു. മനതാരിൽ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ, ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ
ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത ഒക്ടോബർ 31-ാം തീയതി മാതാവിന്റെ തിരുസ്വരൂപം എഴുന്നള്ളിച്ച് വളരെ ആഘോഷമായി ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. അന്നു മുതൽ ഇതുവരെയും മാതാവിന്റെ തിരുസ്വരൂപത്തിൽ നിന്ന് തേൻ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. 31-ാം തീയതി അഖണ്ഡ ജപമാലയായിരുന്നു അന്ന്. എൻ്റെ അനുഭവത്തില് ഏറ്റവും കൂടുതൽ തേൻ ഒഴുകിയത് ഈ 31-ാം തീയതിയാണ്. എൻ്റെ കൈകൊണ്ട് ഏറ്റവും കൂടുതൽ തേൻ എടുത്ത് ആളുകൾക്ക് കൊടുത്തിട്ടുള്ളതും ആ 31-ാം. ജപമാല മാസമായ ഒക്ടോബർ 31-ാം തീയതി തുടർച്ചയായി ജപമാല സമർപ്പണം നടത്തുകയുണ്ടായി. ഏറ്റവും കൂടുതൽ തേൻ മാതാവിന്റെ രൂപത്തിൽ നിന്നും ലഭിച്ചത് അന്നേ ദിവസമാണെന്ന് വൈദികർ സാക്ഷ്യപ്പെടുത്തുന്നു. ഏതാണ്ട് 5 ഗ്ലാസോളം തേൻ അന്ന് ഞാൻ എടുത്ത് ജനങ്ങൾക്ക് കൊടുത്തു. ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ഇത് നേരിട്ട് കാണുവാനും തേൻ രുചിച്ച് ബോധ്യപ്പെടുവാനും സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അനുഭവമായിരുന്നു എല്ലാവർക്കും. മാത്രമല്ല, ഈ തേൻ കൊടുക്കുന്നത് വഴി, കുടിക്കുന്നത് വഴി ഒത്തിരിയേറെ അത്ഭുതങ്ങളും നടക്കുന്നു. ഇതിൽ നിന്നാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യത്തിന്റെ അടയാളമാണ്. ഒപ്പം തന്നെ ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് നമ്മൾ ഇതിനെ കാണണം എന്ന് ഞാൻ പറയുന്നു. കാരണം പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തില്, യേശുവിന്റെ അമ്മയായി തീർന്ന പരിശുദ്ധ മറിയം എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ, അവൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എലിസബത്തും പരിശുദ്ധാത്മാവിനാൽ നിറവുള്ളവളായി തീർന്നു. അങ്ങനെ ആത്മ നിറവുള്ള മറിയത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾ ഈ രൂപത്തിൽ കാണുന്നത്. ആശീർവദിച്ച രൂപമാണത്. അത് ഈ പറഞ്ഞ മോന്തേക്കാരി എന്ന് പറയുന്ന തീർത്ഥസ്ഥലത്ത് കൊണ്ടുപോയി ഈ രൂപം ആശീർവദിച്ചിട്ടാണ് അവർ നമുക്ക് തരുന്നത്. ഒരു രൂപം ആശീർവദിക്കും, അവിടെ അമ്മയുടെ സാന്നിധ്യം, ആ വിശുദ്ധന്റെ സാന്നിധ്യം ആ രൂപത്തിൽ കുടികൊള്ളുകയാണ്. അപ്പൊ ആ അമ്മയുടെ സാന്നിധ്യത്തിന്റെ അടയാളമായിട്ട് നമുക്ക് ഈ തേൻ ഒഴുകുന്നതിനെ കാണാൻ സാധിക്കും. 2009 ഒക്ടോബർ 31-ാം തീയതി പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപം ദേവാലയത്തിന്റെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ച ശേഷം 2 വർഷത്തോളമായി ഈ തിരുസ്വരൂപത്തിൽ നിന്നും നിലയ്ക്കാതെ തേൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മാസവും ആദ്യ ശനിയാഴ്ചകളിൽ ഈ ദേവാലയത്തിൽ രാവിലെ 9:30 മുതൽ ജപമാല, നൊവേന, ദിവ്യബലി, വചനപ്രഘോഷണം, ആരാധന എന്നീ തിരുക്കർമ്മങ്ങൾ നടത്തുന്നു. ബലിവേദിയിൽ ബലിയേകുവാൻ കാഴ്ചയുമായിന്നു വന്നിതാ ഞാൻ. ബലിവേദിയിൽ ബലിയേകുവാൻ കാഴ്ചയുമായിന്നു വന്നിതാ ഞാൻ. പ്രിയതാതനേകിയ സ്നേഹബലി, പ്രിയസൂനുവേശുവിനാത്മബലി, അതിലെന്നെയും പങ്കു
ഒരുക്കിയിടുവാൻ കനിയേണമേ ദിവ്യകാരുണ്യമേ. ബലിവേദിയിൽ ബലിയേകുവാൻ കാഴ്ചയുമായിന്നു വന്നിതാ ഞാൻ. സ്നേഹം ജ്വലിക്കുമീയൾത്താരയിൽ ആത്മാർപ്പണത്തിൻ്റെ നൈവേദ്യമായി. സ്നേഹം ജ്വലിക്കുമീയൾത്താരയിൽ ആത്മാർപ്പണത്തിൻ്റെ നൈവേദ്യമായി. യേശുവോടൊപ്പം ബലിയാകുവാൻ ഞാനുമൊരർത്ഥിയായി നിന്നിടുന്നു. യേശുവോടൊപ്പം ബലിയാകുവാൻ ഞാനുമൊരർത്ഥിയായി നിന്നിടുന്നു. ബലിവേദിയിൽ ബലിയേകുവാൻ കാഴ്ചയുമായിന്നു വന്നിതാ ഞാൻ. എല്ലാവരും മാതാവിൻ്റെ ഈ തേനൊഴുകുന്ന സ്റ്റാച്ചു കാണാൻ വരാറുണ്ട്. എല്ലാവരും കണ്ടു കാണല്ലോ. അപ്പോൾ മാതാവിൻ്റെ 3 റോസപ്പുകളുണ്ട്. ഒന്ന് ചുവപ്പ് നടുക്കുള്ളത്, ഒന്ന് വെള്ള, ഒന്ന് സ്വർണ്ണ നിറത്തിലുള്ളത്. എല്ലാവർക്കും അറിയോ ഇതിൻ്റെ അർത്ഥങ്ങൾ? അറിയോ? ആരും ചോദിച്ചു കാണില്ല. സെൻറ്റ് മേരി അഗ്രേഡ എന്ന് പറഞ്ഞിട്ടൊരു പുണ്യവതി 16ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. ഈ പുണ്യാളത്തേക്ക് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി, 4 വോളിയം, മാതാവിൻ്റെ നമുക്കറിയാത്ത ജീവിതം, അറിയുന്ന ജീവിതം. അതിൽ മാതാവിൻ്റെ 1ാം വോളിയത്തിൽ മാതാവിൻ്റെ കല്യാണ വസ്ത്രം ഈ 3 റോസപ്പുകളായിരുന്നു അന്ന് കാലത്തെ വിവരണത്തിൽ. പിന്നെ മാതാവ് ഇറ്റലിയിൽ മോണ്ടിക്കേറിൽ 1947 1947 തൊട്ട് 1987 വരെ പ്രത്യക്ഷപ്പെട്ടായിരുന്നു ഒരു പിരന ഗില്ലി എന്ന് പറഞ്ഞൊരു നഴ്സിന്. ആദ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 3 റോസപ്പൂവിന് വരെ 3 വാളായിരുന്നു. അപ്പോൾ ചോദിച്ചു, എന്താ ഇങ്ങനെ വാളായിട്ട് ഇങ്ങനെ മാതാവിന് വേദനിക്കില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട്. ഇത് എൻ്റെ മക്കളായ പുരോഹിതന്മാരും കന്യാസ്ത്രീമാരും അന്ന് യൂറോപ്പിൽ സഭകൾ വിട്ട് സാധാരണ ജീവിതത്തിൽ പോയിരുന്നു. അതിൻ്റെ ദുഃഖമാണ്, അവർക്ക് വേണ്ടിയുള്ള ദുഃഖമാണ് എനിക്ക് കാണുന്നത് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2ാമത്തെ പ്രത്യക്ഷത്തിൽ ഈ റോസാപ്പൂക്കളാണ് കണ്ടത്. റോസാപ്പൂക്കൾ സ്വർണ്ണ നിറത്തിലുള്ളത്, ചുവന്നത്, പിന്നെ വെള്ള. അത് വെള്ള എന്ന് വെച്ചാൽ പിതാവായ ദൈവം, ചുവപ്പ് ഈശോ, സ്വർണ്ണ നിറം പരിശുദ്ധാത്മാവ്. അങ്ങനെ ഓരോ വിശദീകരണം കൊടുത്ത് വിസ്തീർണ പഠിപ്പിച്ചു. അവസാനം എല്ലാത്തിൻ്റെയും അവസാനത്തുള്ള മെസ്സേജ് ഇതായിരുന്നു: കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കത്തോലിക്ക സഭയുടെ പുനരുദ്ധാരണത്തിനും നവീകരണത്തിനും പ്രാർത്ഥിക്കുക, അതിന് പുരോഹിതന്മാരെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക.
ഈ തൈലത്തിന്റെ മേൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും രോഗസൗഖ്യത്തിന് ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ വിശ്വാസത്തോടുകൂടി ഈ തൈലം കൊണ്ട് പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് പൂർണ്ണമായ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഏലിയാസ് പ്രവാചകൻ വഴി ആജ്ഞാപിച്ച സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ സക്രാരിയിൽ രക്ഷകനാമേശുനാഥൻ ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗശക്തികളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും വൈശാചിക പീഠകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സമുദ്ര തളർച്ചകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഭിന്നതകളിൽ നിന്നെല്ലാം എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും ഈ മക്കൾ മോചിതരായി തീരട്ടെ. പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയിൽ ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ എല്ലാവിധ വൈശാചിക പീഠകളിൽ ഇവർ മോചിതരായി തീരട്ടെ. ഇവിടെ കുടുംബങ്ങളിൽ മോചിതരായി തീരട്ടെ. ആത്മാവിന്റെ ശക്തമായ അഭിഷേകം വഴി ഇവർക്കെല്ലാം ആത്മാവിന്റെ മനസ്സിന്റെ ശരീരത്തിലും സൗഖ്യവും ശക്തിയും ആത്മനിറവും ലഭിക്കുമാറാകട്ടെ. ഈ ക്രമങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി ഇവർക്ക് ലഭിക്കുമാറാകട്ടെ. ഇതായി കൂദാശയിൽ പാവനാത്മാവാം ദൈവം ഇതായി കൂട്ടായ്മയിൽ നിത്യസഹായകൻ ദൈവം ഇതായി കൂദാശയിൽ പാവനാത്മാവാം ദൈവം ഇതായി കൂട്ടായ്മയിൽ നിത്യസഹായകൻ ദൈവം നമ്മെ അനുഭവിച്ച് സന്തോഷത്തോടെ നമ്മെ പറഞ്ഞിരിക്കുന്നു. ആ സൗഖ്യം ലഭിച്ച മക്കൾ ഈശോയെ സ്തുതിച്ചതുപോലെ ഹൃദയത്തിൽ ഈശോയ്ക്ക് നിങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്നെ ലഭിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അവ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഈശോയ്ക്ക് നന്ദി പറയുക ഹൃദയത്തിൽ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. താങ്ക് യു ജീസസ്. ഈ ശുശ്രൂഷകളിൽ വിശ്വാസത്തോടെ പങ്കെടുക്കുകയും വൈദികർ തരുന്ന മാതാവിന്റെ തേൻ കുടിക്കുകയും ചെയ്യുന്ന നിരവധി പേർക്ക് രോഗശാന്തി ലഭിച്ചതായി അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കോമയായി. ഡോക്ടർ പറഞ്ഞു പ്രാർത്ഥന കൊണ്ട് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന്.
അപ്പോൾ ഇവിടെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് രാജു ബ്രദർ അവിടെ വന്ന് എൻ്റെ ICUവിൽ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അത് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടായത്. അത് അവിടെയുള്ള നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും പറഞ്ഞു ആ പ്രാർത്ഥന കഴിഞ്ഞ് തൈലം പൂശി കഴിഞ്ഞപ്പോൾ ആണ് എനിക്കൊരു അനക്കം വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ റിക്കവറി ഭയങ്കര ഫാസ്റ്റായിരുന്നു. ഇന്നും ഞാനവിടെ ചെക്കപ്പിന് പോകുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ബ്ലഡ് കൊടുത്തിട്ടാണ് വന്നത്. ഉച്ച കഴിഞ്ഞ് എനിക്ക് ചെന്ന് അതിൻ്റെ റിസൾട്ട് മേടിക്കാനുള്ളതാണ്. വളരെ വലിയൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഇപ്പോൾ വളരെയേറെ കുറഞ്ഞു. ഇനിയും റിക്കവറി ആവശ്യമായിട്ടുണ്ട്. എങ്കിലും ആ പ്രാർത്ഥനയും കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം ഇവിടുന്ന് രക്ഷപ്പെട്ടതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആനി, ഭർത്താവിൻ്റെ പേര് ബിജു. ഞങ്ങൾ തൊടുപുഴയ്ക്ക് അപ്പുറത്തു നിന്നാണ് വരുന്നത്. 2006 നവംബർ 11 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് 1-2 മാസത്തേക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, സന്തോഷം തന്നെയായിരുന്നു. പിന്നെ ഓരോരോ അസ്വസ്ഥതകൾ തുടങ്ങി. എനിക്ക് മാറി മാറി അസുഖങ്ങൾ, കാണിക്കാത്ത ഡോക്ടർമാരില്ല, ചെല്ലുമ്പോൾ എനിക്കൊരു അസുഖവും ഇല്ല. അങ്ങനെ ഒത്തിരി വേദനിച്ച് വിഷമിച്ച് ഓരോ വർഷവും കഴിഞ്ഞ് നീക്കിക്കൊണ്ടിരുന്നു. ഭർത്താവിന് മാലിദ്വീപിലാണ് ജോലി. അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് വഴി രാജു ബ്രദറിനെ പരിചയപ്പെട്ടു. പല പ്രാവശ്യം ഫോണിൽ കൂടെയും നേരിൽ കണ്ടു, പ്രാർത്ഥിച്ചു. ഒരു വലിയ ബന്ധനത്തിൻ്റെ പിടിയിലായിരുന്നു ഞാൻ. ആ ബന്ധനം മാറിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയുള്ളൂ എന്ന് ബ്രദർ വഴി സർവശക്തനായ ദൈവം ഞങ്ങളെ അറിയിച്ചു. കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയായിരുന്നു പിന്നീട്. അങ്ങനെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടി വഴി ബ്രദർ പറഞ്ഞു, നിങ്ങൾ മാലിദ്വീപിൽ പോകണം. മാലിദ്വീപിൽ പോയി ഈശോ തരുന്ന ഒരു കുഞ്ഞുമായി മാത്രമേ തിരിച്ചു വരാവുള്ളൂ എന്ന്. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. ദൈവം അനുഗ്രഹിച്ചു. അനന്തകാരുണ്യവാനായ ഈശോയ്ക്ക് 1000 നന്ദി പറയുവാൻ ഞാൻ ഭർത്താവും എൻ്റെ കുഞ്ഞും ഇവിടെ വന്നിരിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് തിരുക്കർമ്മങ്ങൾക്ക് അവസാനം വെഞ്ചരിച്ച വെള്ളവും എണ്ണയും വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്നു. മാത്രമല്ല, ഉച്ചഭക്ഷണം എന്ന നിലയ്ക്ക് നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ട്. വളരെ വിശ്വാസത്തോടെയാണ് ജനങ്ങൾ ഈ ഭക്താനുഷ്ഠാനങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള അളവറ്റ മാതൃഭക്തി നമുക്കിവിടെ കാണാൻ കഴിയും. ആത്മീയ ഭക്തിയാൽ പൂരിതമായ ഈ തിരുസന്നിധിയിൽ സ്നേഹവാത്സല്യം അനുഭവിച്ച് മതിവരാത്ത ഒരു പൈതലായി മാറുന്നു വിശ്വാസിയുടെ മനസ്സ്. യേശുവിൻ്റെ അമ്മയെ ഈശോ നമുക്ക് അമ്മയായിട്ട് നൽകി. ആ അമ്മ നമ്മളെ സ്വന്തം മക്കളായി കണ്ട് സ്നേഹിക്കുകയും പരിപാലിക്കുകയും പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ വലിയ അനുഭവമാണ് ഈ മരിയൻ തീർത്ഥകേന്ദ്രത്തിൽ ഓസാമിസ്റ്റിക്ക മാതാവിൻ്റെ അത്ഭുത ആ രൂപത്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അമ്മയുടെ മാധ്യസ്ഥം വഴി അനേകായിരങ്ങൾക്ക് ദൈവകൃപ ലഭിക്കാൻ, ദൈവിക ചൈതന്യം ലഭിക്കാൻ, ദൈവാനുഗ്രഹം ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
അനേക രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും തീർത്ഥാടകരെ ഈ ദേവാലയത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. തൃപ്പൂണിത്തുറയിലെ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രം ഇന്ന് മാതൃ സാന്നിധ്യത്തിന്റെ നിറവായി മാറിയിരിക്കുന്നു. ഇത്രയും ദയുള്ള പരിശുദ്ധ മാതാവേ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സ്നേഹത്തിന്റെ ആർദ്രതയും നിന്നിൽ ഭദ്രമാണ്. മക്കൾക്കായി നിന്റെ മിഴികളിൽ നിറഞ്ഞു കവിയുന്ന തേനുറവ ഒരിക്കലും നിലയ്ക്കാതിരിക്കട്ടെ. പ്രിയ മക്കളിൽ അലിയണമേ.